പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. എല്ലാവർക്കും ഒരു പുത്തൻ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും അമ്പലവയലിലേക്ക് പോകുന്ന വഴി ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ ടൗണിൻ്റെ തൊട്ടടുത്താണ്. എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയിലും ഒരു കാമാൻകോയറ്റ് ഏരിയയിൽ നമ്മളുണ്ടല്ലോ, ഒരു ഗ്രാമത്തിൻ്റെ നല്ലൊരു ഫീലുണ്ട്. എന്നാൽ ടൗണിൻ്റെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഓഫീസുകളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ റോഡ് ആക്സസ് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സെൻട്രൽ സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ നമുക്കിനി ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. 12 സെൻറ്റ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്പേസാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ 12 സെൻറ്റ് സ്ഥലത്തിൽ 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത്. 2300 സ്ക്വയർ ഫീറ്റിൽ മൊത്തത്തിൽ 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം. മുകളിൽ വിശാലമായൊരു ഹാളുണ്ട്. നമ്മൾ സാറിന് ഒരു പ്രെയർ ഹാൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല വലുപ്പമുള്ള ഹാളുണ്ട്. അത് നമുക്ക് ഒരു ബാത്റൂമോ ഒരു ബാത്ത് അറ്റാച്ച്ഡുള്ള ഒരു ബെഡ്റൂമായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നല്ല വിശാലമായൊരു ഹാള് മുകൾ നിലയിലുണ്ട്. താഴത്തെ നിലയിലും നല്ല വലിയൊരു ഹാളുണ്ട്. 2 കിച്ചണുണ്ട്. 2 കിച്ചൺ ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു മോഡേൺ കിച്ചണും ഉണ്ട്. സാധാരണ നമ്മൾ വയനാട്ടുകാർക്ക് വിറക് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് ഒരു വിറകടുപ്പ് കത്തിക്കാനുള്ള ഒരു കിച്ചണും സെപ്പറേറ്റ് ഉണ്ട്. വലിയൊരു ഡൈനിങ് ഹാളുണ്ട്. താഴത്തെ നിലയിൽ ബാത്റൂം അറ്റാച്ച്ഡായ 2 ബെഡ്റൂമുകളുണ്ട്. 2 ബെഡ്റൂം, വിശാലമായൊരു ഹാള്, ഒരു ഡൈനിങ് റൂം, 2 കിച്ചൺ എന്നിവയാണ് അടിയിലത്തെ നിലയിലുള്ളത്. മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ്, വിശാലമായൊരു ഹാള്. അപ്പോൾ നമ്മൾ ഹാള് പറഞ്ഞ പോലെ എങ്ങോട്ടും ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റിയ നല്ല സൗകര്യത്തിലുള്ള ഹാളുകളാണ്. ചെറിയ ഫിനിഷിങ് ടച്ച് പണികളെ ബാക്കിയുള്ളൂ. നമ്മൾ ആ താഴത്തെ സൺഷെയ്ഡിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഓട് വേണമെങ്കിൽ പതിക്കാനുള്ള ഒരു സെറ്റപ്പ്, മിറ്റം ഇൻ്റർലോക്കും കൂടെ ചെയ്യാനുള്ള അങ്ങനത്തെ ജസ്റ്റ് ലാസ്റ്റ് ഒരു 5% വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ചുരുങ്ങിയ ആ 2 വർക്കുകളല്ലാതെ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ 2300 സ്ക്വയർ ഫീറ്റ്, 12 സെൻറ്റ് സ്ഥലം, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്. അപ്പോൾ ആ വീടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പം നമ്മൾ സിറ്റ് ഔട്ടൊക്കെയാണ് കാണുന്നത്. നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് നല്ല ഗ്രാനൈറ്റും ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണുള്ളത്. നല്ലൊരു ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷിംഗ് ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയാവും. അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തുനിന്നും എത്തിപ്പെടാം. ഇവിടെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ വന്യജീവി പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒരു വിഷയമില്ലാത്ത പേപ്പേഴ്സ് 100% ഓക്കെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കണ്ടല്ലോ, പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യം, നിരന്ന് കിടക്കുന്ന സ്ഥലം, നല്ല സമാധാനത്തിലുള്ള ശാന്ത സുന്ദരമായൊരു ഗ്രാമത്തിൻ്റെ ഫീൽ കിട്ടുന്ന നല്ലൊരു സ്ഥലം, എന്നാൽ സിറ്റി തൊട്ടടുത്ത്. അപ്പം ഇതിൻ്റെ വീടിൻ്റെ സൈഡിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. സൈഡിലൊക്കെ കണ്ടില്ല, നല്ല തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രഷ് എയർ കിട്ടുന്ന, ഒരു പൊല്യൂഷനും ഇല്ലാത്ത നല്ല സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഏരിയ. മറ്റ് യാതൊരു ശല്യങ്ങളും ഇല്ലാതെ സുഖമായിട്ട് ആ വീടിൻ്റെ ബേക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, നല്ല രീതിയിൽ മുകളിലൊക്കെ ഇനി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്കൊക്കെ കൂട്ടിയെടുക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. അത്യാവശ്യം 12 സെൻറ്റ് ഭൂമി ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷിക്കോ മറ്റ് ചെറിയ ചെറിയ വാഴ, കപ്പ അങ്ങനെയൊക്കെ നടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട്. ഇത് ബേക്ക് വശമാണ്. ബേക്ക് വശത്തും നമുക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ആ ബേക്ക് വശത്ത് കൂടെ നമുക്ക് വീടിൻ്റെ മറ്റേ വശത്തേക്ക് അപ്പുറത്തെ വശത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങനെ കടന്ന് നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് കയറുകയാണ്. പ്ലംബിംഗ് വർക്കുകളൊക്കെയാണ് കാണുന്നത്. എല്ലാം ഹെവി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത വർക്കുകളാണ്. അപ്പോൾ നമ്മളങ്ങനെ വീടിൻ്റെ നമ്മൾക്ക് മറ്റേ വശത്തെത്തി. വീടിൻ്റെ വശത്ത് നിന്നുള്ള കാഴ്ചകളാണ്, മുകൾ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു പാർക്കിങ്ങിനായിട്ട് ഒരു ഷെഡ് അവിടെ ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ കൂടെ നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാഴ്ചകൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാം നല്ല സ്പേസ് ഉണ്ട്, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും. അപ്പോൾ എല്ലാത്തിനും പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല സുഖമായിട്ട് നല്ല സുഖമായിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെക്കാം. എന്നാലും മുറ്റത്ത് 2-3 വാഹനങ്ങൾ ഇനിയും ഇടാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
മാക്സിമം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 94 95 36 57 30 എന്നാണ്. വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. മൊത്തത്തിൽ ഡീറ്റെയിൽസ് 2-3 പ്രാവശ്യത്തിൽ പറഞ്ഞതാണ്. 2300 സ്ക്വയർ ഫീറ്റ് വീടാണ്, പുതിയ വീടാണ്. 3 ബെഡ്റൂമാണ്, 3ഉം അറ്റാച്ച്ഡ് ആണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ 1 ബെഡ്റൂം. ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. 12 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ ആവശ്യപ്പെടുന്ന വില 75 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ കുറയും, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഡീറ്റെയിൽസിന് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.